ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് ഡോവൽ ടൈപ്പ് സ്പീക്കർ അൺബോക്സിങ് ചെയ്യാനാണ് എത്തിയിരിക്കുന്നത്. ഈ ഒരു സ്പീക്കർ അൺബോക്സിങ് നമ്മൾ നേരത്തെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. പഴയ മോഡലായിരുന്നു. അപ്പോൾ അതിന് ചെറിയൊരു അപ്ഡേഷൻ വന്നു. കളറൊക്കെ ഒന്ന് വ്യത്യാസപ്പെടുത്തി അവർ പിന്നെയും റീലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സ്പീക്കർ അൺബോക്സിങ് പിന്നെ ഒന്നും കൂടെ ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാല്യൂ ഫോർ മണി, ബെസ്റ്റ് വാല്യൂ ഫോർ മണിയാണ്. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നത് വെച്ചാൽ ഏറ്റവും ബെസ്റ്റാണ്. മേടിച്ചതിൽ 90% ആൾക്കാരും പോസിറ്റീവ് കമൻറ്റ്സ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ബിഗിൻ. സോ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്. ആ മണി നൈസ് അടിച്ചേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീക്കർ പാക്കേജ്. ഈ ഒരു പാക്കറ്റിലായിട്ടാണ് ഈ ഒരു worldtechൻ്റെ WTSPK 156/20 എന്ന ഒരു സീരീസിൽ വരുന്ന ഒരു ഓവൽ ടൈപ്പ് സ്പീക്കർ നമുക്ക് കിട്ടുന്നത്. 2020 സീരീസാണ്. നല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു സ്പീക്കറാണിത്. ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് 45 Hz ടു 20 kHz ആണ്. സെൻസിറ്റിവിറ്റി 90 dB ആണ്. അതുപോലെ തന്നെ റിയൽ പവർ എന്ന് പറയുന്നത് RMS പവർ എന്ന് പറയുന്നത് 60 watts ആണ്. വോയിസ് കോൾ 25 mm ആണുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ വൂഫറിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിനകത്തൊരു മിഡ് റേഞ്ചും ട്യൂട്ടറും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ട്യൂട്ടറും അതുപോലെ തന്നെ മൈലാർ ട്യൂട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡയഫ്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇഞ്ചക്റ്റഡ് കോൺ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു പോളിപ്രോപ്പിലിൻ തന്നെയാണ് ഇതിൻ്റെ ഒരു കോൺ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബേസ് റെസ്പോൺസ് നമുക്ക് ഈ ഒരു ഓവൽ ടൈപ്പ് സ്പീക്കറിൽ നിന്ന് കിട്ടും. എഡ്ജസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ എഡ്ജസ്റ്റെല്ലാം റബ്ബർ ടൈപ്പാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പെർഫോമൻസ് ഉള്ളൊരു ബാസ് ഇതിൽ നിന്ന് കിട്ടും. അത്യാവശ്യം പവർ ഹാൻഡ്ലിംഗ് ശേഷി കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് പ്രതീക്ഷിക്കാം. ഇതൊരു ISO സർട്ടിഫൈഡ് കമ്പനിയാണ്. അതുപോലെ തന്നെ അവരുടെ സൈറ്റിൻ്റെ കാര്യങ്ങളും മറ്റും എല്ലാം ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് സൈഡിലേക്ക് നോക്കിയാലും ഇതിനകത്ത് MRPയോ അല്ലെങ്കിൽ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. എല്ലാ സൈഡിലും ഒരേപോലൊക്കെ തന്നെയാണ് പ്രിൻറ്റിങ് വന്നേക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഈ വലിയ ബ്രാൻഡുകൾ ഒഴിവാക്കി നിർത്തിയാണെങ്കിൽ, അതായത് സോണി, പയനീർ, JBL അതുപോലെയുള്ള നമുക്ക് അത്യാവശ്യം കിട്ടുന്ന ഡീസൻ്റ് ആയിട്ടുള്ള ബ്രാൻഡുകൾ ഒഴിവാക്കി നിർത്തുകയാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റി സ്പീക്കേഴ്സാണിത്. സോ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എല്ലാ നേരത്തെയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാക്കേജിങ്ങിനൊന്നും വ്യത്യാസം വന്നിട്ടില്ല. അവർക്ക് ഇപ്പോൾ ഈ പറയുന്ന ഇതിലുള്ള ഒരു തെർമോക്കോൾ പാക്കേജിൽ തന്നെയാണ് അവരുടെ സ്പീക്കേഴ്സ് എല്ലാം നമുക്ക് തരുന്നത്. ഇവർക്ക് ഈ ഒരു സ്പീക്കർ ടൈപ്പ് മാത്രമല്ല, ഓവൽ ടൈപ്പ് സ്പീക്കർ തന്നെ പല പ്രൈസ് റേഞ്ചിൽ വരുന്ന പല ക്വാളിറ്റിയുള്ള ഒരുപാട് മോഡൽസ് ഉണ്ട്. ഏകദേശം ഒരു 6-7 ടൈപ്പ് മോഡൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആദ്യം കിട്ടുന്നത് ഇതിൻ്റെ ഒരു സ്ക്രൂസാണ് സ്പീക്കർ പിടിപ്പിക്കാനുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്ക്രൂ ആണ്. പക്ഷേ ഇതിൻ്റെ കൂടെ കിട്ടുന്ന വയേഴ്സ്, അതായത് കണക്റ്റിംഗ് കേബിൾസ് അത്ര നല്ല ക്വാളിറ്റി ഉള്ളതല്ല. ഒട്ടും ഗേജ് ഇല്ലാത്ത വയേഴ്സാണ്. നിങ്ങളിത് യൂസ് ചെയ്യരുത്. വേറെ ഏതെങ്കിലും ക്വാളിറ്റിയുള്ള വയറുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ 1-2 ബ്രാക്കറ്റ്സ് അതുപോലെ തന്നെ അത് പിടിപ്പിക്കാനുള്ള കുറച്ച് സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത്. മാനുവലോ അല്ലെങ്കിൽ യൂസർ മാനുവലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഈ ഒരു സ്പീക്കറിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പാക്കേജ് തന്നെയാണ്. സേഫായിട്ട് നമുക്ക് കിട്ടും. ഞാൻ ഒരുപാട് പേർക്ക് ഈ ഒരു സ്പീക്കർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പലരും ഈ ഒരു കമ്പനിയുടെ പേര് കേൾക്കുമ്പോഴത്തേക്ക് നെറ്റി വിളിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെ വിശ്വസിച്ച് കൊണ്ടുപോയവർക്കൊന്നും ഇതുവരെ ഇതൊരു പ്രശ്നമുണ്ടാക്കിയത് അല്ലെങ്കിൽ ക്വാളിറ്റിക്ക് പ്രശ്നമോ അല്ലെങ്കിൽ പവറിന് വിഷയമോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഈ ഒരു ബ്രാൻഡിൽ വരുന്ന സ്പീക്കേഴ്സ് നമുക്ക് ഒരു പണിയും തന്നിട്ടില്ല. എടുത്തുകൊണ്ട് പോയതിൽ 90% ആൾക്കാരും ഇതിന് നല്ല റിവ്യൂസാണ് തന്നിരിക്കുന്നത്. ഇവരുടെ ഓവൽ ടൈപ്പ് സ്പീക്കറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവർക്ക് കുറച്ചധികം മോഡൽസ് ഉണ്ട്. അതിനകത്ത് ഇപ്പോൾ ഈ ഒരു മോഡൽ ഏകദേശം 2000 രൂപ, 2000, 1900 ഒരു പ്രൈസ് റേഞ്ചാണ് ഈ ഒരു മോഡലിന് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് തൊട്ട് ഏകദേശം 4500 രൂപ വരെയുള്ള ഓവൽ ടൈപ്പ് സ്പീക്കേഴ്സ് ഉണ്ട്. പലതിനും പല ക്വാളിറ്റിയാണ്. എല്ലാ മോഡലും കേൾക്കുന്നത് ഒരുപോലെയല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഞാനൊരു 3-4 മോഡൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ ഒരു 2017-18 മോഡൽ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇതും കാണാൻ സെയിം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഡിഫറൻസ് ആകപ്പാടെ ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് ഇവരുടെ ആ ഒരു പേപ്പർ കോണിൽ ആ ഒരു ഡയഫ്രത്തിൻ്റെ കളർ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓറഞ്ച് കളറാക്കിയിട്ടുണ്ട് ഡയഫ്രത്തിന്. ട്യൂട്ടറിൻ്റെ കളർ നേരത്തെയും ബ്ലാക്ക് തന്നെയായിരുന്നു. ബ്ലാക്കിനകത്തൊരു സിൽവർ ബീഡിങ് വെച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. സോ അത്യാവശ്യം നല്ല ലുക്കാണ് ഇത് കാണാനായിട്ട്. ഒരു പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. നമ്മളതിൻ്റെ ഗ്രില്ലിലേക്കോ അല്ലെങ്കിൽ എന്ത് സാധനം അതിനകത്ത് കൂടെ കിട്ടുന്ന സ്പെയേഴ്സ് ആണെങ്കിൽ പോലും ആ വയർ ഒഴിച്ച് നിർത്തിയിട്ട് ബാക്കിയെല്ലാം നല്ല ക്വാളിറ്റിയാണ്.
നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. നമുക്ക് പയനിയറിൻ്റെ സോണിയുടെയൊക്കെ പക്ക ചാത്തൻ സാധനങ്ങൾ ഈ പറഞ്ഞ 1500-2000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെയുള്ള സ്പീക്കേഴ്സ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാര്യം മറ്റേത് പക്ക ചാത്തനാണ്, ഒരു വൈക്ക് കൊള്ളുകയില്ല. മാത്രമല്ല ഇതിനകത്ത് ഇപ്പം ഈ ഒരു ഗ്രില്ലൊക്കെ ഒട്ടിച്ചേക്കുന്ന നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പശയോ കാര്യങ്ങളോ ഗ്ലൂ ഒന്നും വെളിയിൽ കാണുന്നില്ല. നമ്മൾ പയനിയറിൻ്റെ സോണിയുടെയൊക്കെ ഈ പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ്സ് എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള എന്താ പറയുക, ഒരു പശ അതുപോലെ തന്നെ സ്റ്റിക്കറിങ് എല്ലാം ഒരുമാതിരി വല്ലാത്ത രീതിയിലാണ്. ക്വാളിറ്റി വളരെ വളരെ മോശവുമാണ്. സോ അതുപോലുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്പീക്കേഴ്സ് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലെ ബീഡിങ്സ് നോക്കിയാലും പ്ലാസ്റ്റിക്സ് ആണ്. അത്യാവശ്യം നല്ലൊരു പോളിപ്രോപ്പിലിൻ കോണാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ട്യൂട്ടറിലേക്ക് വരികയാണെങ്കിൽ നടുക്കിയിരിക്കുന്ന ഒരു മൈലാർ ട്യൂട്ടറാണ്. നല്ല റെസ്പോൺസ് ഉള്ളൊരു ട്യൂട്ടറാണ്. പാട്ട് കേൾക്കാനൊക്കെ അസാധ്യ ക്വാളിറ്റിയാണ് ഈ ഒരു സാധനം. സോ ജസ്റ്റ് ഒരു കപ്പാസിറ്റർ വെച്ചിട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, ഈ ഒരു ട്യൂട്ടറിലേക്ക് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം മിക്കവാറും എല്ലാ ഓവൽ ടൈപ്പ് സ്പീക്കറും ആ ഒരു രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്പീക്കർ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ക്വാളിറ്റി എന്തോരം ഉണ്ടെന്ന്. സൈഡിലെ എഡ്ജസ് എല്ലാം റബ്ബർ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ളൊരു സ്പൈഡറും കോണും കാര്യങ്ങളും എല്ലാമാണ്. കാര്യം നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. 2000 രൂപയ്ക്ക് അകത്ത് അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സാധനം കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ ഒരു മാഗ്നറ്റും നല്ല അടിപൊളി ഒരു കോയിലും എല്ലാ കാര്യങ്ങളും ഡീസൻ്റാണ്. സ്പെക്ക് വൈസും പ്രൈസ് വൈസും നോക്കിയാൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി തന്നെ തരുന്നുണ്ട്. നമ്മൾ ഫ്രെയിമിലേക്ക് നോക്കിയാൽ നമുക്ക് നോർമൽ കിട്ടുന്ന ഒരു ചാത്ത സാധനങ്ങൾ കിട്ടുന്നതിനൊക്കെയുള്ളൊരു ക്വാളിറ്റി ഉള്ളൊരു ഫ്രെയിമൊന്നും അല്ല ഇതിനകത്ത് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫ്രെയിമാണ് വന്നിരിക്കുന്നത്, ക്വാളിറ്റി പെയിൻറ്റിങ്ങുമാണ്. സ്പീക്കറിൻ്റെ ബാക്കിലേക്ക് പോകുകയാണെങ്കിൽ അടുത്ത് സ്പീക്കറിൻ്റെ മോഡൽ നമ്പർ, അതുപോലെ തന്നെ പിന്നെ 5 വേ സ്പീക്കറൊന്നുമല്ല, അത് ചുമ്മാ വെച്ചിരിക്കുന്ന 5 വേ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു മാക്സിമം 3 വേ ഒക്കെ വരുന്നത് ഇവരുടെ. പിന്നെ 4 വേ ഉള്ളതുകൊണ്ട് വില കൂടിയതിനൊക്കെ 4 വേ കറക്റ്റ് 4 മുകളിൽ 4 ട്വീറ്റേഴ്സും താഴെ നമ്മുടെ വൂഫറിൻ്റെ ഡ്രൈവറും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതിനകത്തിപ്പം നമ്മൾ സ്പൈഡറിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്പൈഡറും ക്വാളിറ്റിയുള്ള ഗ്ലൂ ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും സ്പൈഡറിൽ നിന്ന് ഈ ഒരു കോൺ ഇളകുന്ന വിഷയങ്ങളോ അല്ലെങ്കിൽ ഡയഫ്രം ഇളകുന്ന വിഷയങ്ങളൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മാഗ്നറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വലിപ്പമുള്ള മാഗ്നറ്റാണ്. കണക്റ്റേഴ്സ് ആയാലും നമുക്ക് പോസിറ്റീവിന് വലിയൊരു കണക്ടറും നെഗറ്റീവിന് ചെറിയൊരു വീതി കുറഞ്ഞൊരു കണക്ടറുമാണ് കൊടുത്തിരിക്കുന്നത്. മോഡൽ നമ്പറിനകത്ത് തന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ബാർകോഡ് അടക്കമുള്ള കാര്യങ്ങൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഒരുപാട് മോഡൽസ് ഉണ്ട്. സ്പീക്കേഴ്സ് മാത്രമല്ല പല ടൈപ്പിലുള്ള ഈ ഒരു കാർ ആമ്പുകൾ 4 ചാനൽ 2 ചാനൽ അതുപോലെ തന്നെ ക്ലാസ് ഡി ഇതങ്ങനെയുള്ള ഒരുപാട് പല ടൈപ്പിലുള്ള ആംപ്ലിഫയേഴ്സ് അടക്കം ഇവർക്ക് സെയിലുണ്ട്. ഇടയ്ക്ക് വെച്ച് ഇവരുടെ സ്മാർട്ട് TV വന്നിരുന്നു. ഒരുപാട് ടൈപ്പ് ഇപ്പോൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ടൈപ്പ് സാധനങ്ങൾ ഇവർ ഇറക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഇവരുടെ TV അടക്കം സർവീസ് നമുക്ക് ഓൺ സൈറ്റ് കിട്ടുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. ഇപ്പോൾ TV ഉണ്ടോ എന്ന് എനിക്കറിയില്ല, സ്മാർട്ട് TV ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ worldtech.in എന്ന് പറയുന്ന സൈറ്റിൽ കയറി നോക്കിയാൽ ഇതിൻ്റെ പൂർണ്ണമായിട്ട് ഡീറ്റെയിൽസ് അറിയാം. മിക്കവാറും ഉള്ള മോഡൽസ് ഒന്നും തന്നെ ഓൺലൈൻ മേടിക്കാൻ കഴിയില്ല. കാര്യം കൂടുതൽ സാധനങ്ങളും ഓഫ്ലൈനായിട്ടാണ് ഇവർ സെയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഷോപ്പുകളെല്ലാം തന്നെ ഇത് മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ ഏകദേശം പ്രൈസ് ഞാൻ പറഞ്ഞു ഒരു 2000 രൂപയ്ക്ക് അകത്ത് 1800, 1900, 2000 ആ ഒരു പ്രൈസാണ്. എനിക്കിപ്പോൾ 2000 രൂപ ആയി കാണും പ്രൈസ് എന്ന്. കാര്യം നേരത്തെ ഒരു 1900 ഒക്കെ ആയിരുന്നു ഇതിനൊരു പ്രൈസ് വന്നുകൊണ്ടിരുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ മാഗ്നറ്റിൻ്റെ വലിപ്പം ഒന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാം. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. നമ്മുടെ നോർമൽ സോണിയുടെയോ അല്ലെങ്കിൽ പയനിയറിൻ്റെ മാഗ്നറ്റാണെങ്കിലോ വളരെ വലിയ മാഗ്നറ്റാണ് ഇത് വന്നിരിക്കുന്നത്. ഏകദേശം 11 സെൻറ്റിമീറ്ററോളം ഈ ഒരു മാഗ്നറ്റിന് ഡയമീറ്റർ ഉണ്ട്. ഫുള്ള് മാഗ്നറ്റ് എന്ന് പറയുന്നത് 11 സെൻറ്റിമീറ്റർ ഉണ്ട്. വളരെ വലിയ മാഗ്നറ്റാണ്. ഏകദേശം 4 ഇഞ്ചിനടുത്ത് അല്ലെങ്കിൽ 4 ഇഞ്ചിന് മുകളിൽ ഉള്ള ഒരു മാഗ്നറ്റാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി വേണം. നിങ്ങളുടെ ബഡ്ജറ്റ് 2000 രൂപയ്ക്ക് അകത്താണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന JBLോ സോണിയോ പയനിയറോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മേടിക്കാൻ 4000-ന് മുകളിലാണ് മിക്കവാറുള്ള ഒറിജിനലിൻ്റെ പ്രൈസ്. ഒരിക്കലും സോണിയൊന്നും ഈ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് മേടിക്കരുത്. ഇപ്പോൾ നമ്മൾ മാഗ്നറ്റിൻ്റെ ഹൈറ്റ് നോക്കിയാൽ തന്നെ ഏകദേശം 1.5 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ അകത്തൊരു മാഗ്നറ്റിന് ഹൈറ്റ് വന്നിട്ടുണ്ട്. വളരെ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു സ്പീക്കറാണിത്. ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ ബഡ്ജറ്റ് ഈ ഒരു റേഞ്ചിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചോയ്സ് വളരെ നല്ലതാണ്. ഒരുപാട് പേര് ഇത് കാറിലേക്കൊക്കെ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എൻ്റെ കാറിൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇതായിരുന്നു, പഴയ കാറിനകത്ത്. വളരെ നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്പീക്കേഴ്സാണ് ഇത്. ഈ ഒരു മോഡൽ മാത്രമല്ല പല മോഡലും ഉണ്ട്. പക്ഷേ ഈ ഒരു തവണ അവർക്ക് വന്നിരിക്കുന്ന എല്ലാ മോഡൽസിനും ഒരു ഓറഞ്ച് കളറാണ് പേപ്പറിന് വന്നിരിക്കുന്നത്. ബാക്കി എല്ലാം സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് 2000 രൂപയ്ക്കകത്ത് വളരെ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള 2 ഓവൽ ടൈപ്പ് സ്പീക്കർ വേണം. നിങ്ങൾക്ക് വീട്ടിലേക്കും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കാറിലേക്ക് യൂസ് ചെയ്യാം. അതിന് പറ്റിയ നല്ലൊരു ചോയ്സാണ് ഇപ്പോൾ ഈ പറഞ്ഞ worldtechൻ്റെ ഓവൽ ടൈപ്പ് സ്പീക്കേഴ്സ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഓവൽ ടൈപ്പ് സ്പീക്കർ അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡിൻ്റെ സ്പീക്കേഴ്സോ അല്ലെങ്കിൽ ആംപ്ലിഫയേഴ്സോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റീസണബിൾ പ്രൈസിലെല്ലാം നമ്മളത് നിങ്ങൾക്ക് എടുത്തിരുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.